നമസ്കാരം. പ്രധാന വാർത്തകൾ. ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പാഴ്വാക്കാണെന്ന് ടി നസ്രുദ്ദീൻ. വിദേശ സ്വദേശ കുത്തകകൾ രാജ്യത്തെ വിപണി നിയന്ത്രിക്കുന്നു എന്ന് ടി നസ്രുദ്ദീൻ. ഒറ്റപ്പാലത്ത് കുടിവെള്ള വിതരണം മുടങ്ങുന്നത് പതിവാകുന്നു. ചാപ്പുംപടി മേഖലയിൽ 3 മാസമായി കുടിവെള്ളമില്ല. മറ്റ് ക്ഷേത്രങ്ങളുടെ വികസനത്തിന് തുക വകയിരുത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് പരിമിതിയുണ്ടെന്ന് ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ. ക്ഷേത്രവും പരിസരവും നാടിന്റെ സാംസ്കാരിക കേന്ദ്രമാണെന്നും ടി വി ചന്ദ്രമോഹൻ. ആടിയും പാടിയും അരങ്ങ് തകർത്ത ഉപജില്ലാ സ്കൂൾ കലാമേളകൾ. മണ്ണാർക്കാട് ഉപജില്ലയിൽ MET ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറ്റം തുടരുന്നു. ഒറ്റപ്പാലം ഉപജില്ലാ മേള പത്തിരിപ്പാലയിൽ. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി കുതിക്കുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് പാഴ്വാക്കാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് MPമാരും കേന്ദ്രമന്ത്രിമാരും പാർലമെന്റിലെ വോട്ടെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കാണാമെന്നും നസ്രുദ്ദീൻ പറഞ്ഞു. ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ടി നസ്രുദ്ദീൻ. ഉമ്മൻചാണ്ടി പറയുന്നത് കേരളത്തിൽ ഇല്ല, രമേശ് ചെന്നിത്തല ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ പിന്നാകുന്ന 20 കോൺഗ്രസ്സുകാർ ഇന്ന് പാർലമെന്റിൽ എവിടെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ കാണാൻ വേണ്ടി ഇരിക്കാതെ പോവുകയാണ്. അത് ഒന്നുകിൽ ഉമ്മൻചാണ്ടി അംഗീകരിക്കണം, അല്ലെങ്കിൽ സോണിയാഗാന്ധി അംഗീകരിക്കണം. എന്തായാലും ഒരാളെ അംഗീകരിച്ചേ പറ്റുള്ളൂ. വോട്ട് ചെയ്യുന്ന നിൽക്കുന്നത് നമുക്ക് കാണാമല്ലോ. പാർലമെന്റിൽ ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപത്തെക്കുറിച്ച് ചൂടായ ചർച്ച നടക്കുമ്പോൾ ചെറുപ്പശ്ശേരിയിലും ഇതുതന്നെയായിരുന്നു ചർച്ച. കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിലാണ് ചൂടേറിയ ചർച്ചകൾ നടന്നത്. ചെറുകിട വ്യാപാര രംഗത്ത് വിദേശ മൂലധനം ഗുണം ചെയ്യുമോ എന്നതായിരുന്നു വിഷയം. ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തത് ഇത് വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല, പൊതുസമൂഹത്തിന്റെ മൊത്തം പ്രശ്നമാണെന്ന് ബാങ്ക് ചെയർമാൻ കെ ബാലകൃഷ്ണൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഒന്നാം UPA സർക്കാരിന്റെ കാലയളവിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ള ബിൽ ഇടതുപക്ഷം എതിർത്തതുകൊണ്ടാണ് പാസ്സാകാതിരുന്നതെന്നും അതിന് ഇടതുപക്ഷത്തോടെ ഇന്നും കടപ്പാടുണ്ടെന്നും ടി നസ്രുദ്ദീൻ ചടങ്ങിൽ പറഞ്ഞു. ഇന്ത്യൻ കുത്തകകളും വിദേശ കുത്തകകളുമാണ് നിലവിലെ നിയമം പാസ്സായാൽ രാജ്യത്തെ വിപണി നിയന്ത്രിക്കുക എന്നും ടി നസ്രുദ്ദീൻ ഓർമ്മപ്പെടുത്തി. സജീവമായി കേന്ദ്രത്തിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് വിദേശ നിക്ഷേപം 100% എന്നുള്ള പാർലമെന്റ് തീരുമാനം റദ്ദ് ചെയ്യാൻ കഴിഞ്ഞു. അതിന് ഇടതുപക്ഷക്കാർ ചെയ്ത സേവനങ്ങളെ വിലമതിക്കുന്നു ഏകോപന സമിതി എന്ന് പറയുക ആദ്യമായി ഈ അവസരം. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. മരുന്ന് വ്യാപാരത്തിന് മരുന്നിന് വില കൂടി എന്ന് പറഞ്ഞ് ശബ്ദിക്കുന്നവരുണ്ട്. എങ്ങനെ കൂടി? നിങ്ങൾ ശബ്ദിക്കാൻ പോലെ എങ്ങനെ കൂടി? 100% വിദേശ നിക്ഷേപം മരുന്ന് വ്യാപാരത്തിൽ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് മരുന്നുകളുടെ അമിതമായ വില. ചെറുപ്പശ്ശേരിയിലെ മരുന്ന് ഷാപ്പുകാരൻ പാത്രം വിചാരിച്ച 5 രൂപ കൂട്ടി വെക്കാൻ കഴിയില്ല. നയങ്ങളെ പറ്റി പഠിക്കണം, ലോകത്തുള്ള ചുറ്റുള്ളവരെ പഠിക്കണം. ഇന്ത്യയിൽ 51% വിദേശ നിക്ഷേപം കൊടുക്കാൻ പോകുന്നു. അതാണ് ഇപ്പോഴത്തെ കാതലായ ഡിസ്റ്റേഷനിലേക്ക് എടുക്കുന്നത്. 51% വിദേശ നിക്ഷേപം. അപ്പൊ 49% ആര്? 51% വിദേശ നിക്ഷേപം നടത്തിയ ഒരു കമ്പനി നടത്തുമ്പോൾ 49% ബാബോദിലട്ടോ. 41% ബജാജുകാരനോ ബിർളക്കാരനോ ടാറ്റക്കാരനോ ആണ്. എല്ലാവരും ഞാനും എന്നെടുത്ത പോകുന്നത്. അവർ ഇന്ത്യ കുത്തകയും വിദേശ കുത്തകയും കൂടിയാണ് കച്ചവട രംഗത്തേക്ക് കടക്കാൻ പോകുന്നത്. എന്നാൽ വിദേശ മൂലധനം എന്തുകൊണ്ട് ഗുണകരമാക്കിക്കൂടാ എന്നായിരുന്നു കോൺഗ്രസ് ചെർപ്പശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് PP വിനോദ്കുമാർ ചോദിച്ചത്. കാർഷിക രംഗത്തും ക്ഷീരവിപ്ലവത്തിലും വിദേശ മൂലധനം സ്വീകരിച്ച് വിജയിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചെറുകിട വ്യാപാര രംഗത്ത് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞു വന്നപ്പോഴും ഈ വിദേശ മൂലധനം ഗുണമാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഗുണപരമാക്കിക്കൂടാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹരിത വിപ്ലവവും ധവള വിപ്ലവവും ആ കാലഘട്ടം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിദേശ മൂലധനം ഗുണകരമാക്കി നമുക്ക് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തിക്കൂടാ എന്നുള്ളതാണ് എന്റെ സംശയം. കൃഷിക്കാർക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രചരണം നടത്തുന്ന കോർപ്പറേറ്റ് ശക്തികളുടെ കഴിവാണ്. അതിന് കോർപ്പറേറ്റ് മാധ്യമങ്ങളും പിന്തുണ നൽകുന്നുണ്ടെന്നും വ്യാപാരി വ്യവസായി സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി M അനന്തൻ പറഞ്ഞു. ഇവിടുത്തെ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടുമെന്നും ഇത് വിരലിലെണ്ണാവുന്ന കുറച്ച് കച്ചവടക്കാർക്ക് മാത്രമാണ് ഇതുകൊണ്ട് ദോഷമുണ്ടാകുന്നത് എന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വില കുറച്ചുകൊണ്ട് സാധനങ്ങൾ കിട്ടുമെന്നുമുള്ളൊരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് സ്വാഭാവികമായിട്ടും ഈ കോർപ്പറേറ്റ് ശക്തികളുടെ ഒരു കഴിവാണ്. അതിനെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ മാധ്യമങ്ങളും കോർപ്പറേറ്റ് ഭീമന്മാരുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖല തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അവരുടെ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചരണമാണ് ഈ വഴിയോടെ വന്നിരിക്കുന്നത്. CPM ചെറുപ്പശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷ്, ബാങ്ക് ജനറൽ മാനേജർ M രാജു, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് P ഹമീദ്, വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി M സുകുമാരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം ശാപ്പുംപടി മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസമായി. കോലത്തുപറമ്പ്, ചക്കരക്കുഴി മേഖലകളിലേക്കുള്ള പൈപ്പ് ലൈൻ തകർന്നതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമായിരിക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് കോലോത്തുപറമ്പ് ചക്കരക്കുഴി മേഖല. ഇവിടേക്കായി പ്രത്യേകം സജ്ജീകരിച്ച മിനി കുടിവെള്ള പദ്ധതിക്ക് സമീപത്തെ പൈപ്പ് ലൈനാണ് തകർന്ന് വെള്ളം പാഴാവുന്നത്. പമ്പിംഗ് സ്റ്റേഷന് സമീപത്തെ തന്നെ പൈപ്പ് തകർന്നതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. ഇക്കാര്യം അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും പരിഹാരമായില്ലെന്ന് സമീപവാസികൾ പരാതിപ്പെടുന്നു. ഒരു 5-6 മാസത്തിന്റെ അടുത്ത് പോരെങ്കിലേ ഉള്ളൂ ഈ വെള്ളം അങ്ങനെ പോണത്. ഞങ്ങൾക്കത് പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങളാർക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ടോ? ഇപ്പൊ രാവിലെ നേരം ചിലപ്പോ നല്ല സ്പീഡിലൊക്കെ കുറച്ച് കിട്ടും. അപ്പൊ പോയി നോക്കിയോക്കും അങ്ങനെ കുറേശ്ശെ വരുന്നുണ്ട്. ഇപ്പൊ നൂല് പോലെ വരുന്നുണ്ട് അവിടെ പാത്രത്തിലേക്ക് പൈപ്പ്. പ്രധാന പൈപ്പ് ലൈൻ ആയതിനാൽ മുഴുവൻ ഭാഗത്തേക്കുമുള്ള ജലവിതരണം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ളം പുനഃസ്ഥാപിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. അതേസമയം ഉടൻ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു. ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും അതാത് നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളാണെന്ന് മുൻ MLAയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ TB ചന്ദ്രമോഹനൻ പറഞ്ഞു. വടക്കൻ വെള്ളിനേഴി തൃപ്പൂലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷ പരിപാടികളുടെ മുന്നോടിയായി അണ്ടലാടിമന നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TB ചന്ദ്രമോഹൻ. പ്രശസ്തരായ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും. ക്ഷേത്രങ്ങളാണ് ഒരു യഥാർത്ഥ കലാകാരന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാന തലമെന്നും TB ചന്ദ്രമോഹനൻ പറഞ്ഞു. പ്രശസ്തരായ കലാകാരന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു പശ്ചാത്തലം, ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ഈ ക്ഷേത്രങ്ങൾ മുഖാന്തരം ഉണ്ടാവുന്നുണ്ട് എന്നൊരു സത്യമാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിന് ആവശ്യമായ നിരവധി കാര്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ശ്രീകോവിൽ മുതൽ ചുറ്റമ്പലം, നടപ്പുര, ക്ഷേത്രക്കുളം മുതൽ ആനയെ വാങ്ങുന്നത് വരെയുള്ള ബഡ്ജറ്റ് ക്ഷേത്ര സമിതി തയ്യാറാക്കുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിൽ പല കാര്യങ്ങളിലും ഏതാണ്ട് കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വർഷം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് ദേവസ്വം കമ്മിറ്റി 2.5 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. നിരവധി ക്ഷേത്രങ്ങളിൽ ഇതിന്റെ സഹായം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും അതൊക്കെ നാമമാത്രമായ ഒരു ദക്ഷിണ എന്ന നിലയിൽ മാത്രമേ നിങ്ങൾ കണക്കാക്കുന്നുള്ളൂ. മറ്റു ക്ഷേത്രങ്ങളുടെ വികസനത്തിന് തുക വകയിരുത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നിരവധി പരിമിതികളുണ്ടെന്നും ക്ഷേത്ര വികസന കാര്യങ്ങളിൽ ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടലുകളും സഹകരണങ്ങളും ഉണ്ടാകണമെന്നും TB ചന്ദ്രമോഹനൻ കൂട്ടിച്ചേർത്തു. ക്ഷേത്രമുറ്റത്ത് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ MK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2011 കലാമണ്ഡലം അവാർഡ് നേടിയ കലാമണ്ഡലം മോഹനകൃഷ്ണൻ, വെള്ളിനേഴി അച്യുതൻകുട്ടി എന്നിവർക്ക് ശബരി ട്രസ്റ്റ് P ശ്രീകുമാർ പൊന്നാട അണിയിച്ചു. ഓളപ്പമണ്ണ ദാമോദരൻ നമ്പൂതിരി, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ബാലകൃഷ്ണ ഭട്ട്, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, BK ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭരതനാട്യം മോഹിനിയാട്ടം അരങ്ങേറ്റവും വെള്ളിനേഴി ശ്രീലക്ഷ്മി അവതരിപ്പിച്ച ഭരതനാട്യം, കുച്ചിപ്പിടി, കേരള കലാമണ്ഡലത്തിലെ മൈനർ വിഭാഗം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. വാർത്തകൾ തുടരുന്നു. ഇനി ഉപജില്ലാ സ്കൂൾ കലോത്സവ വാർത്തകൾ. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. മത്സരങ്ങളിൽ മണ്ണാർക്കാട് MET ഹയർ സെക്കൻഡറിയുടെ ആധിപത്യം തുടരുന്നു. ആതിഥേയരായ ശബരി ഹൈസ്കൂളും അലനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളും തൊട്ടുപിന്നിലുണ്ട്.
മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഹൈസ്കൂൾ, UP, LP വിഭാഗത്തിൽ മണ്ണാർക്കാട് MET ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 13 പോയിന്റിന്റെ വ്യത്യാസത്തിൽ MET മൂന്നാം സ്ഥാനത്തും തുടരുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അലനല്ലൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. 10 പോയിന്റിന്റെ വ്യത്യാസത്തിൽ MES ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ METയേക്കാൾ 8 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ആതിഥേയരായ ശബരി ഹൈസ്കൂൾ തൊട്ടു പിന്നിലുണ്ട്. UP വിഭാഗത്തിൽ METയേക്കാൾ 11 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ഭീമനാട് ഗവൺമെന്റ് UP സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നത്. LP വിഭാഗത്തിൽ METയും അലനല്ലൂർ KALP സ്കൂളും ഒരേ പോയിന്റിൽ മുന്നിലാണ്. 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ തിരുവിഴാങ്കുന്ന് ഗവൺമെന്റ് LP സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. LP അറബി കലോത്സവം സമാപിച്ചു. 43 പോയിന്റോടെ മുണ്ടകുന്ന് ALP സ്കൂളും തിരുവിഴാങ്കുന്ന് GLP സ്കൂളും തച്ചമ്പാറ സെന്റ് ഡൊമിനിക് ALP സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു. 41 പോയിന്റ് നേടിയ എടത്തനാട്ടുകര MES KTM LP സ്കൂളിനാണ് രണ്ടാം സ്ഥാനം. സമാപന സമ്മേളനം വ്യാഴാഴ്ച വൈകുന്നേരം 4-ന് നടക്കും. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കൗമാര പ്രതിഭകൾ അരങ്ങ് തകർക്കുമ്പോൾ വേദിയും സജീവം. പ്രധാന മത്സര ഇനങ്ങൾ നടക്കുന്ന 1-2 വേദികളിലെല്ലാം ആസ്വാദകരുടെ വൻ തിരക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും അനുഭവപ്പെട്ടത്. താളത്തിനൊത്ത നൃത്തച്ചുവടുകളും ഗാനത്തിനൊത്ത ലാസ്യ അഭിനയചാരുതയും ഒത്തിണങ്ങി കൗമാര പ്രതിഭകൾ അരങ്ങ് തകർക്കുകയാണ് മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ. മുന്നിലിരിക്കുന്ന 100 കണക്കിന് ആസ്വാദകരെയും ജഡ്ജസിനെയുമെല്ലാം കണ്ണിമ വെട്ടാതെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പ്രകടനങ്ങളായിരുന്നു ഓരോ പ്രതിഭയും കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ പ്രധാന ഇനങ്ങളായ സംഘനൃത്തം, മോഹിനിയാട്ടം, കേരള നടനം, ഭരതനാട്യം തുടങ്ങിയ മത്സരങ്ങൾ നടക്കുന്ന 1-2 സ്റ്റേജുകൾക്ക് മുമ്പിൽ ആസ്വാദകരുടെ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. മറ്റ് മത്സരങ്ങൾ നടക്കുന്ന വേദികളിലും താരതമ്യേന നല്ല ജനപങ്കാളിത്തം അനുഭവപ്പെട്ടു. അവസാന ദിവസമായ വ്യാഴാഴ്ചയും ജനപങ്കാളിത്തത്തിൽ കുറവ് വരില്ലെന്നാണ് സംഘാടക സമിതി ഭാരവാഹികൾ പറയുന്നത്. അപ്പീലിനുള്ള തുക ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിട്ടും അപ്പീലുകളുടെ എണ്ണം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത്. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്നത് 13 അപ്പീലുകൾ ആണെങ്കിൽ ഇത്തവണ 3 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ 20 ആയിട്ടുണ്ട്. ജില്ലാ കലോത്സവങ്ങൾക്ക് സാധാരണ കമ്മിറ്റിയെയും അധികൃതരെയും കുഴയ്ക്കുന്ന, ചിലപ്പോൾ തർക്കങ്ങൾ വരെ ഉണ്ടാവുന്ന പ്രശ്നമാണ് അപ്പീലുകൾ. പ്രകടനത്തിലെ നേരിയ പിഴവുകൾ കൊണ്ടാവും ചിലപ്പോൾ സ്ഥാനം നഷ്ടമായിട്ടുണ്ടാവുക. ഇതിന്റെ കാരണങ്ങൾ ജഡ്ജസ് ചൂണ്ടിക്കാണിച്ചാലും അതിനും വകവയ്ക്കാതെ മത്സരാർത്ഥിയുടെ രക്ഷിതാക്കളും അധ്യാപകരും ആദ്യം ചെയ്യുന്നത് അപ്പീൽ നൽകുക എന്നതാണ്. അപ്പീലുകളുടെ എണ്ണം വൻതോതിൽ വരുന്നത് അധികൃതർക്ക് തലവേദന തന്നെയാണ്. അതിനാൽ ഉപജില്ലാ കലോത്സവത്തിനും ജില്ലാ കലോത്സവത്തിനുമെല്ലാം ലഭിക്കുന്ന അപ്പീലുകളിൽ പലപ്പോഴും അടുത്ത മത്സരത്തിൽ മത്സരിക്കാൻ അനുവാദം നൽകുകയാണ് പതിവ്. അതിനാലാണ് അപ്പീലുകൾ കുത്തനെ കൂടിയത്. ഇത് ഒഴിവാക്കാനാണ് അധികൃതർ ഇത്തവണ ഉപജില്ലാ കലോത്സവത്തിന് 500-ൽ നിന്നും 1000 രൂപയാക്കിയും ജില്ലാ കലോത്സവത്തിന് 1000-ൽ നിന്നും 1500 രൂപയാക്കിയും വർദ്ധിപ്പിച്ചത്. തുക വർദ്ധിപ്പിച്ചിട്ടും ഫലം കണ്ടില്ലെന്നാണ് മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം തെളിയിക്കുന്നത്. കഴിഞ്ഞ തവണ 13 അപ്പീൽ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം കൂടി മത്സരം ഉണ്ടെന്നിരിക്കെ ഇപ്പോൾ തന്നെ 20ഓളം അപ്പീലുകളായിട്ടുണ്ട്. അപ്പീലുകൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെ മേൽനോട്ടത്തിൽ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനത്തിനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കൈമാറും. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം ആരംഭിച്ചു. പത്തിരിപ്പാലം മൗണ്ട് സീന ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ 4 ദിവസങ്ങളായി നടക്കുന്ന കലാമേളയിൽ സ്റ്റേജ് തര മത്സരങ്ങളാണ് ബുധനാഴ്ച ആരംഭിച്ചത്. കഥാകഥനം, കടങ്കഥ, ജലച്ഛായം, കാർട്ടൂൺ, ഖുർആൻ പാരായണം, ഉപന്യാസ രചന, ഗദ്യപാരായണം തുടങ്ങിയ മത്സരങ്ങളാണ് കലോത്സവത്തിന്റെ ആദ്യ ദിവസം നടന്നത്. വൈകിട്ട് കലോത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു. വ്യാഴാഴ്ച സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. രാവിലെ 10 മണിക്ക് KV വിജയദാസ് MLAയുടെ അധ്യക്ഷതയിൽ M ഹംസ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സിനിമാ താരം കോട്ടയം നസീറും നിർവഹിക്കും. ഉപജില്ലയിലെ 85 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. 300 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾക്ക് 10 വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ദിവസം മാധ്യമ സെമിനാറും കവിയരങ്ങും ഉണ്ടായിരിക്കും. നടന വൈഭവത്തിന്റെ വാതായനങ്ങൾ തുറന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം പൂർത്തിയായി.
10 വേദികളിലായി 36ഓളം ഇനങ്ങളിലായിരുന്നു രണ്ടാം ദിവസം മത്സരങ്ങൾ നടന്നത്. മുദ്ദുഗാരേ യശോദ മുദ്ദുഗാരേ യശോദ മുദ്ദുഗാരേ യശോദ മുന്തിരി മുഖ്യ മുന്തിരു ദിത്തഗാനി മഹിമാല ദേവകീ സുദൂദൂരി. ഭരതനാട്യവും മോണോ ആക്ടും പഞ്ചവാദ്യവും സംഘഗാനങ്ങളുമൊക്കെയായി ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ശ്രദ്ധേയമായി. മുഖത്ത് ഞൊടിയിടയിൽ മിന്നിമറയുന്ന ഭാവഭേദങ്ങളുമായി വേദിയൊന്നിൽ നർത്തകർ നിറഞ്ഞാടി ആസ്വാദകരെ കയ്യിലെടുത്തു. അഭിനയ തികവിന്റെ പൂർണ്ണതയുമായി നവരസങ്ങൾ പകർന്നു നൽകി നർത്തകർ വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ അത് ആസ്വദിക്കാൻ ആസ്വാദകർക്ക് പ്രായമൊരു തടസ്സമായിരുന്നില്ല. ആനുകാലിക സംഭവങ്ങളായിരുന്നു മോണോ ആക്ട് മത്സരങ്ങളിൽ കണ്ടത്. ദേശസ്നേഹമുണർത്തി ദേശഭക്തി ഗാനവും ശ്രദ്ധേയമായി. ചെണ്ടമേളം, പഞ്ചവാദ്യം, കഥകളി സംഗീതം, അഷ്ടപതി, സംഘഗാനം, ലളിതഗാനം, ഉറുദു സംഘഗാനം, അറബിക് സാഹിത്യോത്സവം തുടങ്ങി 36ഓളം ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. രാവിലെ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗൗരി ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സത്യപാലൻ, ഒ സുലൈഖ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ അന്തവിലാസിനി, മുത്തുക്കോയ തങ്ങൾ, ടി പി യൂസഫ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ആർ വാസന്തി, ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് റുഖിയ തുടങ്ങിയവർ സംസാരിച്ചു. മോഹിനിയാട്ടം, സംഘനൃത്തം, നാടോടി നൃത്തം, പാടകം, ദഫ്മുട്ട്, അറബനമുട്ട്, പദ്യം ചൊല്ലൽ തുടങ്ങി 30ഓളം ഇനങ്ങളിൽ വ്യാഴാഴ്ച മത്സരങ്ങൾ നടക്കും. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഭരതനാട്യ ഇനങ്ങളിലെ മത്സരാർത്ഥികളിൽ പലരും മേക്കപ്പ് ചെയ്ത് കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകളാണ്. തിളച്ചുമറയുന്ന വേനൽ ചൂടിൽ ഭക്ഷണം പോലും കഴിക്കാതെയാണ് തങ്ങളുടെ ഊഴത്തിനായി കാത്തുനിന്നത്. വേദി ഒന്നിലായിരുന്നു ഭരതനാട്യ മത്സരങ്ങൾ നടന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലാണ് മത്സരങ്ങൾ. മത്സരാർത്ഥികൾ മേക്കപ്പ് അണിഞ്ഞ് കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകളാണ്. ഗ്രീൻ റൂമിലും വേദിക്ക് പുറകുവശത്തും കാത്തിരിപ്പ് തുടർന്നു. ആദ്യ മത്സരങ്ങൾ LP വിഭാഗത്തിന്റേതായിരുന്നു. 9 മണിക്ക് മേക്കപ്പ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു മത്സരാർത്ഥികൾക്ക് ലഭിച്ച നിർദ്ദേശം. ഇതനുസരിച്ച് പലരും 7 മണിക്ക് തന്നെ സ്കൂളിലെത്തി. പക്ഷേ ഗ്രീൻ റൂമുകൾ തുറന്നുകൊടുത്തത് 8:30-ക്കായിരുന്നുവെന്നാണ് പല രക്ഷിതാക്കളും പരാതിപ്പെട്ടത്. UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾ മത്സരിക്കുന്ന പലർക്കും ഭക്ഷണം പോലും കഴിക്കാനാവാതെയായിരുന്നു കാത്തിരിപ്പ്. സമയം സ്റ്റാർട്ട് ചെയ്യണത് 9 മണിക്ക് ഇനോഗ്രേഷൻ പറഞ്ഞിരുന്നു. പിന്നെ ഹൈസ്കൂൾ ആകുമ്പോഴേക്കും കുറച്ച് കഴിയുന്നു പറഞ്ഞിരുന്നു. അതേസമയം മത്സര ഇനങ്ങളെല്ലാം സമയക്രമം പാലിക്കുന്നുണ്ടെന്നായിരുന്നു സംഘാടകരുടെ അവകാശവാദം. ഇതു സംബന്ധിച്ച ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് കൂട്ടിച്ചേർക്കാനും അധികൃതർ മറന്നില്ല. നമ്മൾ ചാർട്ട് ചെയ്ത പോലെ തന്നെ കൃത്യസമയത്ത് നടക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇന്നലെ പര്യവസാനിച്ചു. ഇന്നും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നമ്മുടെ ഉദ്ഘാടനത്തിനുള്ള തീയതി ഒഴികെ ബാക്കി എല്ലാറ്റിലും പരിപാടി കൃത്യസമയത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ചെണ്ടമേളത്തിലും തായമ്പക മത്സരങ്ങളിലും ശ്രദ്ധേയമാവുകയാണ് ആകാശ് കൃഷ്ണനും അനുരാഗും. രണ്ടുപേരും കിള്ളിമംഗലം മുരളിയുടെ ശിഷ്യരാണ്. ചെണ്ട മത്സരങ്ങൾ പൊതുവെ നിലവാരം പുലർത്തിയെന്നും പുതുതലമുറയിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുമായിരുന്നു വിധികർത്താക്കളുടെ അഭിപ്രായം. പതികാലത്തിൽ തുടങ്ങി ഇടകാലവും ഇരുകിടയും ആകാശ് കൃഷ്ണനും അനുരാഗും കൊട്ടിക്കയറിയപ്പോൾ വാദ്യാസ്വാദകർക്ക് അതൊരു പുത്തൻ അനുഭവമായി. ഷൊർണൂർ KVR സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആകാശ് കൃഷ്ണൻ. എന്നും പുലർച്ചെ എഴുന്നേറ്റ് സാധകം ചെയ്ത് ചിട്ടയായ പരിശീലനമാണ് ആകാശ് കൃഷ്ണന്റേത്. ഞാനിപ്പോ 2-3 വർഷമായി ഇത് പഠിക്കുന്നത്. സ്വന്തം താല്പര്യത്തിലാണ് പോയിട്ട് പഠിച്ചത്. അച്ഛനും അച്ഛനും ഒക്കെ കൊട്ടുകാരായിരുന്നു. അപ്പൊ പിന്നെ ആ തലമുറ അങ്ങോട്ട് തുടരാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്കൂൾ കഴിഞ്ഞാൽ ഇത് തുടങ്ങും. ചെണ്ട, തായമ്പക വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയാണ് SM ട്രസ്റ്റ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അനുരാഗ് ശ്രദ്ധേയമായത്. കലാമണ്ഡലം ബലറാമാഷന്റെ വീട്ടിലായിരുന്നു. അവിടെയാണ് അരങ്ങേറ്റം കഴിഞ്ഞത്. അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ കിള്ളിമംഗലം മുരളി ആശാന്റെ അടുത്ത് വന്നു. അവിടെ വന്നിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. ഒട്ടും മൊത്തം ഒരു 6 വർഷക്കായി. രണ്ടുപേരും കിള്ളിമംഗലം മുരളിയുടെ ശിഷ്യനാണ്. മറ്റു വേദികളെ അപേക്ഷിച്ച് ചെണ്ടമേളം നടക്കുന്ന വേദിയിൽ സദസ്യർ കുറവായിരുന്നു. മത്സരാർത്ഥികളെല്ലാവരും മികച്ച നിലവാരം പുലർത്തിയെന്നാണ് വിധികർത്താക്കളുടെ അഭിപ്രായം.
കലോത്സവത്തിനായി ചെണ്ട പഠിച്ചവരായിരുന്നില്ല മത്സരാർത്ഥികളെന്നും ചിട്ടയായ പരിശീലനം ലഭിച്ചവരാണെന്ന് പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും പുതുതലമുറയിൽ ഒരുപാട് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും വിധികർത്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ചെണ്ടമേളായാലും സായന്തകയായാലും അവർ കുറെ ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ഇത് പരിശീലിക്കുന്നവരാണെന്ന് അവരുടെ കൊട്ട് കേട്ടാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് 1ാം സ്ഥാനം നേടിയ ചെണ്ടമേളത്തിലും സായന്തകയിലും 1ാം സ്ഥാനം നേടിയ ടീമിൽ അവർ കുറെ 4-5 വർഷങ്ങളായിട്ട് തീർച്ചയായിട്ടും ഇതിന്റെ പരിശീലനം നേടിയവർ തന്നെയാണ്. ഇതിന് മാത്രമായിട്ട് മറ്റ് ഡാൻസ് ഷോയിലേക്ക് കഥകളിയോ ഉള്ള പോലെ ഈ മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു പ്രവണത പൊതുവെ ചെണ്ട വിഭാഗത്തിൽ കണ്ടുവരുന്നില്ല. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ അപ്പോൾ നൽകി ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമായിരുന്നു. ഓവറോൾ ട്രോഫികൾക്ക് പുറമെ 200ഓളം വ്യക്തിഗത ഇനങ്ങളിലെ വിജയികൾക്കും ട്രോഫികൾ നൽകുന്നുണ്ട്. ഓരോ മത്സരങ്ങളിലും ഫലപ്രഖ്യാപനം നടന്ന് നിമിഷങ്ങൾക്കകം ട്രോഫി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും നിറഞ്ഞ മനസ്സോടെ കൗമാര പ്രതിഭകൾക്ക് സമ്മാനിക്കാൻ ഇവർ ജാഗരൂകരാണ്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇനങ്ങൾ, സാഹിത്യോത്സവം, അറബിക് സാഹിത്യോത്സവ ഇനങ്ങളിലെയും ഓവറോൾ ട്രോഫികൾക്ക് പുറമെ 200ഓളം ഇനങ്ങളിൽ മത്സരിക്കുന്ന വിജയികൾക്ക് വ്യക്തിഗത ട്രോഫികളും ഇത്തവണ നൽകുന്നുണ്ട്. ഈ വർഷത്തെ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തില് നമ്മളെ എല്ലാ വ്യക്തിഗത ഇനങ്ങൾക്കും ഇൻഡിവിജ്വൽ ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് മാനുവൽ പ്രകാരം 17ഓളം ഐറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ട്രോഫി കമ്മിറ്റി എല്ലാവിധ അറേഞ്ച്മെന്റ്സും എല്ലാ ട്രോഫികളും കൃത്യസമയത്ത് തന്നെ സർട്ടിഫിക്കറ്റിലും കൊടുക്കാനുള്ള അറേഞ്ച്മെന്റും ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഇത്തവണ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ നാടൻപാട്ട്, നങ്ങ്യാർകൂത്ത്, വഞ്ചിപ്പാട്ട് തുടങ്ങിയ 17ഓളം ഇനങ്ങൾക്കും ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സുനീറ മുഹമ്മദ് അലി ചെയർപേഴ്സണും M. മനോജ് കൺവീനറുമായാണ് ട്രോഫി കമ്മിറ്റി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റ് 2013 ഫെബ്രുവരി 1 മുതൽ ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ മൈതാനിയിൽ വെച്ച് നടക്കും. ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് നിർവഹിച്ചു. കൺവീനർ KKA അസീസ്, വൈസ് ചെയർമാൻ PP വിനോദ് കുമാർ എന്നിവരും പങ്കെടുത്തു. വിദേശ താരങ്ങൾ കളിക്കുന്ന കേരളത്തിലെ പ്രമുഖ ക്ലബ്ബുകൾ മത്സരത്തിനെത്തും. വിലക്കയറ്റം പിടിച്ചിരുത്തുക എന്ന ലക്ഷ്യമിട്ട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മംഗലാംകുന്ന് സെൻട്രൽ സഹകരണ ക്രിസ്മസ് ചന്ത ആരംഭിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് K. രാമകൃഷ്ണൻ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. MA പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. മാധവിക്കുട്ടി, രത്നകുമാർ, K. രാധാകൃഷ്ണൻ, MJ തോമസ് തുടങ്ങിയവരും സംസാരിച്ചു. മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ് ശനിയാഴ്ച രാവിലെ 9:30 ആരംഭിക്കും. രജിസ്ട്രേഷൻ കാർഡ് സഹിതം വിദ്യാർത്ഥികൾ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചെർപ്പളശ്ശേരി ശ്രീ സത്യസായി ഭജന മണ്ഡലിയുടെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തും. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9947548909 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പാഴ്വാക്കാണെന്ന് T. നസ്രുദ്ദീൻ. വിദേശ സ്വദേശ കുത്തകകൾ രാജ്യത്തെ വിപണി നിയന്ത്രിക്കുന്നു എന്ന് T. നസ്രുദ്ദീൻ. ഒറ്റപ്പാലത്ത് കുടിവെള്ള വിതരണം മുടങ്ങുന്നത് പതിവാകുന്നു. ചാപ്പുംപടി മേഖലയിൽ 3 മാസമായി കുടിവെള്ളമില്ല. മറ്റ് ക്ഷേത്രങ്ങളുടെ വികസനത്തിന് തുക വകയിരുത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് പരിമിതിയുണ്ടെന്ന് ചെയർമാൻ TV. ചന്ദ്രമോഹൻ. ക്ഷേത്രവും പരിസരവും നാടിന്റെ സാംസ്കാരിക കേന്ദ്രമാണെന്നും TV. ചന്ദ്രമോഹൻ. ആടിയും പാടിയും അരങ്ങ് തകർത്ത ഉപജില്ലാ സ്കൂൾ കലാമേളകൾ. മണ്ണാർക്കാട് ഉപജില്ലയിൽ MET ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറ്റം തുടരുന്നു. ഒറ്റപ്പാലം ഉപജില്ലാ മേള പത്തിരിപ്പാലയിൽ. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി കുതിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.